പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സർസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനുന്തേ ചരിതൈസ്തുതീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതാ മാരുതേശ. വാഴകുന്നം ഗുരുവരൻ വാസുദേവദ്വിജോത്തമൻ വാതാലയേശ സൽഭക്തൻ വെൽവൂ വിശ്വൈകവിശ്രുതൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മത്തിനെപ്പോഴെല്ലാം ഉടവുപെടും ഉടൻ ഭൂതലേ ജാതനായി ശർമ്മം സർവർക്കുമേകും സരസിജനയനൻ വാതഗേഹാധിനാഥൻ. ഇമ്മന്നിൽ ഭക്തിമാർഗം കനിവൊടരുളുവാൻ വാഴകുന്നത്തു സാക്ഷാത് ധർമ്മജ്ഞൻ വാസുദേവദ്വിജഗുരുവരനായി വന്നു ശോഭിച്ചു വാരം. വാസുദേവോഹബന്ധ ശ്രീവാസുദേവേതി കീർത്തയൻ വാസുദേവസമം സാക്ഷാത് വാസുദേവഗുരും ഭജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാജാസീൽ ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ. തസ്യ രാജാസീൽ ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ. തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യകാ ച വരാനനാ. രുക്മ്യഗ്രജോ രുക്മരഥ രുക്മബാഹുരനന്ദര. രുക്മകേശോ രുക്മമാലീ രുക്മിണ്യേഷാം സ്വസാ സതി. സോപശ്രുത്യ മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയ ഗൃഹാഗതൈർഗീയമാനാഃ തം മേനേ സദൃശം പതിം. താം ബുദ്ധിലക്ഷണൗദാര്യവീരൂപശീലഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്വോഢും മനോദധേ. ബന്ധൂനാമിച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ. തഥോ നിവാര്യ കൃഷ്ണദ്വിരുഗ്മീ ചൈദ്യമമന്യത. തദവേത്യാസിതാപാംഗീ വൈദർഭീ ദുർമനാഭൃശം വിചിന്യാപ്തം ദ്വിജം കഞ്ചിൽ കൃഷ്ണായ പ്രാഹിണോദ്രുതം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യലീലകളിൽ എന്താണോ ലക്ഷ്യമായിട്ട് സജ്ജനങ്ങൾ പറയണത് അത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ച ഒരു മനോഹരമായ കഥയാണ് നമുക്ക് ഇവിടെ ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു തരണത്. കംസവധത്തിന് ശേഷം ഭഗവാൻ നടത്തിയ ബാക്കി മധുരാലീലകളും തുടർന്നുള്ള ദ്വാരകാലീലകളിൽ ആദ്യമായിട്ട് നടത്തിയതും ആയ രുക്മിണീ കല്യാണ കഥ. മനോനിരോധം മനോനിരോധം എന്ന് പറയും. ആരുടെയും മനസ്സ് ഭഗവാനിൽ, ഭഗവാന്റെ കഥകളിൽ, കഥാപുരുഷനിൽ നിരോധിക്കപ്പെടാറില്ല. നമ്മളുടെ ജീവിതം നോക്കിയാൽ നമുക്ക് തന്നെ സ്വയം ബോധ്യമുള്ളതാണത്. എന്ത് മനോനിരോധം ഇല്ല, വെറും ശാരീരികമായ സാന്നിധ്യം ഭഗവാന്റെ മുമ്പിൽ, ഭഗവത് കഥകളുടെ മുമ്പിൽ, അമ്പലത്തിൽ ഇതുപോലെയുള്ള സജ്ജന സമൂഹങ്ങൾക്കിടയിൽ ഒക്കെ ഉണ്ടാവും. മനസ്സ് അപ്പോഴും മറ്റു പലയിടത്തും ആവും. അപ്പോൾ മറ്റു പലയിടത്തേക്കും പോകുന്ന മനസ്സിനെ ഇവിടെ മാത്രം എന്ന് പറഞ്ഞ് നിരോധിക്കാൻ നമ്മൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നു.
അത് നമുക്ക് നല്ലോണം അറിയാം. ഈ വക രംഗങ്ങൾ ഒരുക്കുന്നത് പറഞ്ഞില്ലേ, അവിടെ വിളക്കുകൾ വെക്കണത്, മാലകൾ ചാർത്തണത്, ആർഭാടങ്ങൾ ആവുന്നത്ര ചെയ്യുന്നത് ഒക്കെ എന്തിനു വേണ്ടിയാ? എടാ മനസ്സേ, നിൻ്റെ ആ മനസ്സ്, നിൻ്റെ ഭാവം ഇവിടെ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ, ഇവിടുന്ന് പുറത്തു പോവാതെ നിൽക്കട്ടെ. ഇവിടെയുള്ള തിരികളിൽ, ഇവിടെയുള്ള പൂക്കളിൽ, ഇവിടെയുള്ള നിവേദ്യ സാധനങ്ങളിൽ, ഇവിടെ കാട്ടിക്കൂട്ടുന്ന നമ്മുടേതാകുന്ന തികച്ചും ലൗകികമായ കാര്യങ്ങളിൽ കുറച്ച് നേരത്തേക്ക് മനസ്സ് നിർത്തൂ, പിടിച്ചു നിർത്തൂ. എന്നിട്ടും നമുക്കിതിൻ്റെ ഇടയിലും മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി എന്ന് തോന്നാം. ഇല്ലേ? ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പോണത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ലൈറ്റ് പോയാൽ ഉണ്ടാവുന്ന പോലെയുള്ള ഇരുട്ട്, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് നമുക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതില്ലാതെ കണ്ടുള്ള ഒരു മനോനിരോധത്തിൻ്റെ ഏകാഗ്രത, അതിന് വിജയം കൈവരിച്ച ഒരാളെയാണ് ഇപ്പോൾ ഇതാ കാണിക്കുന്നത്. അതാണ് രുക്മിണി. രുക്മിണിയുടെ 5 സഹോദരങ്ങളും രുക്മിണിയെ നിർബന്ധപൂർവം ഈ മനോനിരോധം സ്വീകരിക്കരുത് എന്ന മട്ടിൽ ശാസിച്ചു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, കളിയാക്കി നോക്കി. അതൊന്നും രുക്മിണിക്ക് പ്രശ്നമില്ല. രുക്മിണി തൻ്റെ 5 ഏട്ടന്മാരും തന്നെ കളിയാക്കി കൊണ്ടിരിക്കുമ്പോൾ രുക്മ അഗ്രജോ, രുക്മരഥോ, രുക്മബാഹു, രുക്മകേശോ, രുക്മമാലി, ഈ രുക്മ ശബ്ദം കൊണ്ട് കെങ്കേമന്മാരാണ്, കെങ്കേമന്മാരാണ്, കെങ്കേമന്മാരാണെന്ന് ഏതു നിലയ്ക്കും നടിച്ചുകൊണ്ടിരുന്ന 5 പേരും നോക്കി നിൽക്കെ തന്നെ രുക്മിണി, തങ്കമണി, തൻ്റെ ജീവിതം ഭഗവാൻ അർപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. ഏട്ടന്മാർക്ക് ഭയങ്കര ദേഷ്യമാണ്. അവർ കളിയാക്കിക്കോട്ടെ. ഭക്തശിരോമണി വാഴകുന്നത്തിൻ്റെ വളരെ പ്രധാനമായ സാഹിത്യകൃതികളിൽ ഒന്നാണ് വാസുദേവകർണാമൃതവും രാസലീലാമൃതമൊക്കെ പദ്യമാണെങ്കിൽ രുക്മിണി എന്ന ഒരു നാടകം. ഒട്ടൂർണ്യംപുരിപ്പാടിൻ്റെ നിരവധി കഥകൾ, കീർത്തനങ്ങൾ പോലെ ഭക്തശിരോമണിയുടെ കീർത്തനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഭക്തശിരോമണിയുടെയും പൂന്താനത്തിൻ്റെയും ഒക്കെ കൃതികളെ അവലംബിച്ചാണ് ഒട്ടൂർ പിന്നത്തെ തലമുറയിൽ നമുക്കൊക്കെ വേണ്ടി പുതിയ കീർത്തനങ്ങളും കവിതകളും ഉണ്ടാക്കി ഗുരുവായൂരപ്പനെ നിവേദിച്ചത്. ആ മാധുര്യം ഒട്ടൂർ കൃതികൾ ഇന്നും കാണാം. ഭക്തശിരോമണി വാഴകുന്നത്തിൻ്റെ കൃതികളുടെ പിന്നാലെ നടന്ന് അതിൽ നിന്ന് നേടിയതൊക്കെ കുഞ്ഞിരാമൻ നായർ ഭക്തശിരോമണിയെ വാഴ്ത്തുന്നുണ്ട്, ഒട്ടൂരിനെ വാഴ്ത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ മഹാകവികളൊക്കെ, അതിനു മുൻപുള്ള മഹാകവികളുടെ പന്ഥാവ് മഹാജനോ ഏനഗത സപന്ഥാഹ പിന്തുടർന്നിട്ടാണ് ആ മഹാകവിത്വം എന്നത് നേടുന്നത്. അപ്പോൾ വാഴകുന്നത്തിനെ ബഹുമാനിക്കുന്ന കുഞ്ഞിരാമൻ നായർ, ഒട്ടൂരിനെ ബഹുമാനിക്കുന്ന കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ താമരത്തോണി മുതലായ കൃതികളിൽ ഒക്കെ ഭക്തിഭാവം താമരയിലെ തേൻ പോലെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അത് പിന്നെ ഒട്ടൂരിൻ്റേതായപ്പോഴേക്കും ഒരു പ്രത്യേക ശൈലിയായിട്ട് മാറി. ഈ വൃന്ദാവനത്തിലെ ഉണ്ണിക്കണ്ണനെ ഗോപികൾ കാണുന്ന കാഴ്ചപ്പാടിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്നത് ഓട്ടൂരാണ്. ഓട്ടൂർ കൃതികളുടെ മഹത്വം അതൊന്ന് വേറെ. കണ്ണനെ ഞാൻ എന്ന് കാണും, എന്ന് പ്രതീക്ഷയോടെ കഴിയുന്ന ഒരു ഹൃദയത്തുടിപ്പ് ഓട്ടൂരിൻ്റെ കൃതികളിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഭക്തന്മാരുടെ മഹാകവി എന്ന പേര് ഭഗവാനെക്കുറിച്ച് നേടുന്നത് ഗുരുവായൂരിൻ്റെ പശ്ചാത്തലത്തിൽ മഹാകവിമാരായ ആളുകൾക്കൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു തരുന്നു. ഇതുപോലെയാണ് സാക്ഷാൽ രുക്മിണിയുടെ കൊട്ടാരത്തിൽ അന്ന് വന്നിരുന്ന മഹാത്മാക്കളൊക്കെ ശ്രീകൃഷ്ണനെ പറ്റി മാത്രം പറയും, ശ്രീകൃഷ്ണൻ്റെ ഗുണഗണങ്ങൾ മാത്രം വാഴ്ത്തും. അതുമാത്രം കേട്ട്
വേറെങ്കിലും ശ്രദ്ധ പാറിപ്പറന്നു പോവാതെ കൃഷ്ണകഥകളിൽ മാത്രം അഭിരമിക്കാൻ 5 വയസ്സുകാരി 6 വയസ്സുകാരി പാവാട ഇട്ട്, നമ്മൾ പറയാറില്ലേ പച്ചപ്പാവാട ഇട്ട് ഓടി നടക്കുന്ന കാലം. അപ്പോൾ ആ പാവാട ഇട്ട് ഓടി നടക്കുന്ന കാലത്ത് തന്നെ ആ കുട്ടി പഠിച്ചു. സോപശ്രുത്യ. ഉപനിഷത്ത് എന്ന വാക്കിൽ അടുത്തിരുന്ന് കേൾക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് ഉപനിഷത്തിൻ്റെ മാഹാത്മ്യം. വേദം, ഉപനിഷത്ത്. അപ്പോൾ ഭഗവാന്റെ ഏറ്റവും അടുത്താണ് ഈ ഉപനിഷത്ത് വർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഉപനിഷത്ത് സുന്ദരീ മണ്ഡലൈശ്ച എന്ന് പട്ടേരിപ്പാട് പറഞ്ഞു തന്നത്, നമുക്ക് മനസ്സിലാക്കി തന്നത്. ഉപനിഷത്ത് എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ്റെ ചുറ്റും 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 കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നവർ തന്നെ. അതാണ് ഉപനിഷത്ത് സുന്ദരീ മണ്ഡലങ്ങൾ. പരബ്രഹ്മമാണ് കൃഷ്ണനെങ്കിൽ ആ പരബ്രഹ്മത്തിൻ്റെ ഉപനിഷത്ത് അടുത്ത് നിൽക്കുന്ന അവരാണ് ഗോപികൾ. അപ്പോൾ ഉപനിഷത്ത് സുന്ദരീ മണ്ഡലങ്ങൾ എന്നുള്ള പേര് എത്ര മനോഹരമായിട്ടാണ് ഭട്ടതിരിപ്പാട് അധികമൊന്നും പലർത്തി പറയാതെ ഒറ്റ വാക്കിൽ നമുക്ക് കാണിച്ചു തന്നത്, ചൂണ്ടിക്കാണിച്ചു തന്നത്. അതെന്നെ വില്ലമംഗലം പറഞ്ഞു. അങ്കനാമങ്കനാമന്തരാ മാധവ മാധവം മാധവൻ ചാന്തരേണങ്കന ഇത്തമാകൽപ്പിതേ മണ്ഡലേ മധ്യക സഞ്ജകൗ വേണുന ദേവകീനന്ദന. ദേവകീനന്ദനൻ്റെ അടുത്ത് തിക്കിത്തിരക്കി ഒരു കയ്യെ ഒരു ഗോപി പിടിച്ചിരിക്കണു, മറ്റേ കയ്യ് മറ്റൊരു ഗോപി. അപ്പോൾ 2 ഗോപി നടുക്കൊരു കൃഷ്ണൻ, അല്ലെങ്കിൽ ദാ ഒരു കൃഷ്ണൻ ഒരു ഗോപി. അപ്പോഴോ ഒരു കൃഷ്ണൻ്റെ ഇരുഭാഗത്തും ഗോപികൾ, കൃഷ്ണൻ്റെ കൈകൾ ഗോപികളിലേക്ക്, ഗോപികളുടെ കൈകൾ കൃഷ്ണനിലേക്ക്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കിത്തിരക്കി നിൽക്കുന്ന ആ വലയം കേളിഭേദപരിലോളിതാഭിരതിലാളിതാഭിരബലാളിഭി സ്വൈരമീശ നനു സൂരജാവയസി ചാരുനാമ വിഹൃതിം യഥാഹ. അത് ഭക്തന്മാർ കാണിച്ചു തരണു. വില്ലമംഗലം കാണിച്ചു തന്നത് നമുക്ക് ഉപനിഷത്ത് സുന്ദരിമാരെ, ഭഗവാനോട് വിട്ടു നിൽക്കാതെ തിക്കിത്തിരക്കി നിൽക്കുന്നവരെ കാണിച്ചു തരാനാണ്. അതുപോലെയാണ് ഇപ്പോൾ രുക്മിണിയും. സോപശ്രുത്യ മുകുന്ദസ്യ രൂപ വീര്യ ഗുണ ശ്രിയ ഗൃഹാഗതൈർഗീയമാനാഃ തമ്മേനെ സദൃശം പതിം. അടുത്തിരുന്ന് കഥകൾ കേൾക്കുന്ന സ്വഭാവം ഈ കുട്ടിക്കുണ്ട്. നമുക്ക് ഇപ്പോൾ കസാലകൾ നോക്കിയിട്ടിരിക്കാനേ വശമുള്ളൂ. ഇപ്പോൾ ഗുരുവായൂരിലെ പോലെ ഗുരുവായൂർ ഊത്തമ്പലത്തിലും ഊട്ടുകുരയിലും ഒക്കെ തിക്കിത്തിരക്കി വിളക്കും കഥ പറയുന്ന ആളുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും 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 അടുത്തടുത്തടുത്ത് അധികം തിക്കിത്തിരക്കിയിരുന്ന് നാമം ജപിക്കുക, പ്രസംഗം കേൾക്കുക, നാമപ്രസംഗം കേൾക്കുക, അങ്ങനെയാണ്. അതായിരുന്നു ഗുരുവായൂരുടെ ഒരു ശീലം. അത് രുക്മിണി ശീലിച്ചിരുന്നു. സനകാദികൾ, നാരദാദികൾ, ശ്രീശുകാദികൾ ഒക്കെ വന്ന് ഭീഷ്മക മഹാരാജാവിന്, കുണ്ടിന മഹാരാജാവിന്, ഇതാ വിദർഭ മഹാരാജാവിന് ഭാഗവത കഥകൾ, ഭഗവാന്റെ കഥകൾ, ശ്രീകൃഷ്ണ കഥകൾ, രാമായണ കഥകൾ ഒക്കെ പറഞ്ഞ് കേൾപ്പിക്കും. മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹാവതാരം, നരസിംഹാവതാരം, ഇങ്ങനെ തുടങ്ങിയാൽ സകല പുരാണങ്ങളും, കൂർമ്മം, മത്സ്യം തുടങ്ങിയതൊക്കെ അവിടെ പാടാറുണ്ട്. സാ രുക്മിണി ഉപശ്രുത്യ അടുത്തിരുന്ന് കേട്ട് അതിൻ്റെ രസം മുഴുവനും പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്തായി, മത്സ്യകൂർമാദി അവതാരങ്ങൾ പോലും എടുത്തത് തൻ്റെ കൃഷ്ണനായിരുന്നു എന്ന് അതിസമർത്ഥമായി നാരദാദികളും ശ്രീശുകാദികളും സനകാദികളും തൻ്റെ അച്ഛനോട് പറയണത് അടുത്തിരുന്ന് വിളർന്ന കണ്ണുകളോടെ വികസിച്ച ഹൃദയഭാവത്തോടെ ചെവി കൂർപ്പിച്ചിരുന്ന് കേൾക്കുക എന്നൊക്കെ നമ്മൾ പറയും. പെൻസിൽ കൂർപ്പിക്കണ പോലെ ചെവി കൂർപ്പിക്കൊന്നും വേണ്ട, ശ്രദ്ധിക്കുക എന്നാണല്ലോ അതിന് അർത്ഥം. ഏകാഗ്രത അത് പെൻസിലിന് വേണം, ഏകാഗ്രത മനസ്സിന് വേണം, ഓരോ ഇന്ദ്രിയങ്ങൾക്കും വേണം. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവത് കഥകളിലേക്ക്
മുക്കി 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 അതിൻ്റെ രസാനുഭൂതിയിൽ ലയിപ്പിക്കാൻ ഈ 5 വയസ്സുകാരി കുട്ടിക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് എന്തായി? തമ്മേനെ സദൃശം പതിം. ഭാഗവതം പറയണു, ശ്രിയപ്പതി യജ്ഞപതി പ്രജാപതി ധിയാമ്പതി ലോകപതി ധരാപതി പതിർഗതിശ്ചാന്ധകവൃഷ്ണിസാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാമ്പതി. ശ്രീശുഖം വന്ന് വായിക്കുമ്പോൾ ഈ ശ്ലോകം പ്രാർത്ഥനയായിട്ട് ചൊല്ലാതിരിക്കുമോ? അപ്പം തന്നെ രുക്മിണി ഹായ് പ്രസീദതാം മേ ഭഗവാൻ സദാമ്പതി. ശ്രദ്ധിക്കും. വന്ദന ശ്ലോകം മുതൽക്ക് ശ്രീശുഖൻ കഥ പറയുമ്പോൾ രുക്മിണി ശ്രദ്ധിക്കാതിരിക്കുമോ? ശ്രീശുഖൻ പ്രസീദതാം മേ ഭഗവാൻ സദാമ്പതി എന്ന് ചൊല്ലി അവസാനിക്കുമ്പോൾ രുക്മിണിയുടെ ഹൃദയവും കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കും, പ്രസീദതാം മേ ഭഗവാൻ സദാമ്പതി. ഗുരുനാഥനായിട്ട് വന്ന ശ്രീശുഖൻ പറയണ പോലെ എനിക്കും ആ ശ്രീകൃഷ്ണ ഭഗവാനെ കിട്ടണേ. നാരദം എന്ന് പറയുമ്പോഴും ആ ശ്രീകൃഷ്ണ ഭഗവാനെ തനിക്ക് കിട്ടണേ. ആര് വന്ന് കഥകൾ പറയുമ്പോഴും തനിക്ക് കിട്ടണം ആ ഭഗവാനെ എന്ന് ഉപശ്രുത്യ അടുത്തിരുന്ന് കേട്ട് ഏകാഗ്ര മനസ്സോടെ രുക്മിണി പ്രാർത്ഥിച്ചിരുന്നു. അത് ആരെങ്കിലും വന്ന് ഭഗവത് കഥകൾ പറഞ്ഞു പോയാൽ അവിടെ ഇരുന്ന് കേട്ടിരുന്ന രുക്മിണിയെ കളിയാക്കാൻ ഏട്ടന്മാർ തയ്യാറായി നിൽക്കുന്നുണ്ടാവും. അവർ പറയും, ഉവ്വ ഉവ്വ ഉവ്വ, നിൻ്റെ മോഹമൊക്കെ അവിടെ കയ്യിൽ വെച്ചാൽ മതി. 16 വയസ്സായാൽ പതിയായി ചേരേണമിന്നു കന്യകമാർ. രുക്മിണി എന്ന നാടകത്തിൽ ഭക്തശിരോമണി വാഴകുന്ന എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ കഥ കേൾക്കലും ഒക്കെ ഇനിയിപ്പോൾ കഴിയാറായി. ഞങ്ങൾ നിനക്ക് കല്യാണം ആലോചിക്കുക. നീ വിചാരിക്കണ പോലെ എങ്ങോ കിടക്കണ പെൺകോന്തൻ കന്നാരി മേച്ചു തുറക്കണ ചെക്കൻ, അയ്യാ പീലിത്തിരി മുടി നീല നിറവും മേത്തൊക്കെ മഞ്ഞപ്പട്ടും വെച്ച് കെട്ടി ഇങ്ങനെയുണ്ടോ ഒരു വികൃത വേഷം? നീയൊക്കെ അതാ അത്ര ഇഷ്ടം? ഞങ്ങൾക്ക് വെറുപ്പാ. നോക്കിക്കോ, നിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്, ഞങ്ങളുടെ സുഹൃത്ത് ശിശുപാലന് കല്യാണം കഴിച്ച് കൊടുക്കും. അച്ഛനല്ല അമ്മയല്ല ആരെതിർത്താലും. പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളോട് മുന്നറിയിപ്പ് നൽകണു. നിങ്ങളുടെ സ്വഭാവം ഞങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കണം. അപ്പോൾ എന്താ, ഈ 5 ഇന്ദ്രിയങ്ങളും എപ്പോഴും ഈശ്വരനിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കണു എന്ന് നമുക്ക് ആവലാതി തോന്നാം. എപ്പോൾ ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതു ബിഭ്രഷ്മസത്വനിധനം സതതാർത്ഥ്യുതർക്കം. ഭാഗവതം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏകാദശത്തിരിഞ്ഞ് അത് ദത്താത്രേയൻ എടുത്തു പറയുന്നുണ്ട്. ലോകത്തിലുള്ളതൊക്കെ ഗുരുനാഥന്മാരായി കണ്ട് അവസാനം ഈ ഗുരുനാഥന്മാരായിട്ട് കാണുന്നവരെ ഭാവന ചെയ്യാനുള്ള ശക്തി തന്ന ഈ ശരീരവും ഇതിൻ്റെ ചിന്താഗതിയും ഇതിൻ്റെ ഘടനകളും ആലോചിക്കുമ്പോൾ അപ്പോൾ ഇത് 25ാമത്തെ ഗുരു തന്നെയല്ലേ ഈ 24 തത്വങ്ങളുടെയും കേന്ദ്രമായിട്ടുള്ള ഈ ശരീരം. നോക്കുമ്പോൾ അതെ പോരാ, പുരുഷനും പ്രകൃതിയും വേറെയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ പുരുഷനും പ്രകൃതിയും ഒന്നായിട്ട് കാണിച്ചു തരുന്നുണ്ടല്ലോ. ദേഹോ ഗുരുർമമ. അതുകൊണ്ട് എൻ്റെ ശരീരം തന്നെ എനിക്ക് ഗുരുവാണ്. അതുകൊണ്ട് പ്രസീദതാം മേ ഭഗവാൻ സദാമ്പതി. രുക്മിണി സംശയമില്ല, ഉറപ്പിച്ചു. ഏട്ടന്മാരെ എങ്ങനെയൊക്കെ കളിയാക്കി പറഞ്ഞാലും തനിക്ക് കൃഷ്ണനെ വേണ്ടു. താൻ കൃഷ്ണനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല. ഏട്ടന്മാർ പറയുന്ന ആ ശിശുപാലൻ എന്ന രാജാവിനെ തനിക്ക് വേണ്ടേ വേണ്ട. എത്ര കേമത്തുണ്ടായാലെന്താ? അപ്പോഴാണ് രുക്മിണിയുടെ ഈ വാദഗതി കേട്ട് ശിശുപാലൻ്റെ അവതാരകഥ കേൾക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ഈ 5 സഹോദരന്മാരും നിശ്ചയിച്ചത്. അവരും അച്ഛനോട് വന്ന് പറയുന്നത്, അച്ഛൻ നാരദനും ശ്രീശുഖനുമൊക്കെ പറയണ കൃഷ്ണൻ്റെ അവതാരകഥയെ കേട്ടിട്ട് ഇവളെ ഭ്രമിപ്പിക്കുകയല്ലേ, ഇതാ നല്ലതെന്ന് തോന്നിക്കല്ലേ. ഞങ്ങൾ ശിശുപാലൻ്റെ പാർട്ടിക്കാരാ, ഞങ്ങൾ ശിശുപാലൻ്റെ അവതാരം കേട്ടു. അയ്യോ അങ്ങനെയുണ്ടോ? ഉണ്ട്. സബാല ആസീത് വപുഷാ ചതുർഭുജ മുഖേന പൂർണ്ണെന്ദു നിഭ ത്രിലോചന. ശിശുപാലാവതാരം ശ്ലോകമാണ്. മാഘത്തിൽ മഹാകവി എഴുതിയിട്ടുണ്ട്. മാഘമഹാകവി ശിശുപാലവധം എന്ന തൻ്റെ കാവ്യത്തിൽ ശിശുപാല അവതാരം
എഴുതിയ ശ്ലോകമാണ്. അപ്പോൾ ഗുരുവായൂരപ്പന് ശ്രീകൃഷ്ണ ഭഗവാന് തമദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാദ്യുധായുധം എന്ന അവതാര ശ്ലോകം ഉണ്ടെന്ന് പറഞ്ഞ് ഭക്തന്മാർ അത് ജപിക്കുമ്പോൾ ശിശുപാല ഭക്തന്മാർ ജപിക്കാൻ ശ്ലോകം ഉണ്ടാക്കിയിരിക്കുന്നു. സവാല ആസിദ്വപുഷാ ചതുർഭുജ മുഖേന പൂർണ്ണേന്ദു നിഭസ്ത്രിലോചന. അത് രുക്മിണിയെ കളിയാക്കാൻ ഒപ്പം അങ്ങനെ ചെല്ലും. രുക്മിണി തമദ്ഭുതം ബാലകം അംബുജക്ഷണം ചെല്ലുമ്പോൾ ഇവർ ശിശുപാലൻ്റെ അവതാര ശ്ലോകം ചൊല്ലി രുക്മിണിയെ കളിയാക്കാൻ ശ്രമിക്കും. ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമുക്ക് ഭാവന ചെയ്യാം. നമ്മുടെ മനസ്സിനെ ഭീഷണിപ്പെടുത്താൻ, വെറുതെ വിഷമിപ്പിക്കാൻ പ്രകൃതിയിലെ ഒരു പക്ഷേ പലരും തയ്യാറായിട്ടുണ്ടാവാം. സ്നേഹല്യായിയല്ല ഏട്ടന്മാർക്ക്. രുക്മിണിയെ കളിയാക്കണം. രുക്മിണി പറയുന്ന ആളെ അവർക്ക് ഇഷ്ടമല്ല. ശ്രീകൃഷ്ണനെ ഇഷ്ടമല്ല, ശിശുപാലനെ ഇഷ്ടം. അതുകൊണ്ട് രുക്മിണിയുടെ അവതാരപുരുഷനാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയണ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മനസ്സ് മാറ്റണം. അതാ ഈ 5 പേരുടെയും ലക്ഷ്യം. അതുകൊണ്ടൊന്നും രുക്മിണിയുടെ മനസ്സ് മാറിയില്ല, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. ബുദ്ധിലക്ഷണ ഔദാര്യ രൂപശീല ഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം മേനെ. തന്നിൽ ദൃഢമായി സുദൃഢമായി കണ്ണുവെച്ചിട്ടുള്ള ആ കുട്ടിയെ താനും കല്യാണം കഴിക്കും എന്ന് ഭഗവാനും കണ്ണുവെച്ചിരിക്കുന്നു. അത് ഒരു ഭാഗ്യം രുക്മിണിക്ക് ലഭിച്ചതാണ്. എന്താ അത്? രാമായണ കാലത്തെ ഓർമ്മ ഭഗവാന് നൽകുന്നുണ്ട്. എന്താ അത്? രാമായണ കാലത്ത് യാതൊരു കൂസലും കൂടാതെ അന്നത്തെ അനിയനോട് കൽപ്പിച്ചതാണ്. എന്ത്? ലക്ഷ്മണ, സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു വരൂ. നമ്മൾ പറഞ്ഞു കേട്ടില്ലേ? ഉപേക്ഷിച്ചു വരൂ എന്ന് പറയണതിനേക്കാൾ വാൽമീകി ആശ്രമത്തിൽ ഏൽപ്പിച്ചു പോരൂ എന്നാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞത് എന്ന് ഭക്തന്മാരിവിടെ പ്രസംഗിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞു. വളരെയധികം ഗൗരവമുണ്ട് ആ വാക്കുകൾക്ക്. ഉപേക്ഷിച്ചു പോരലും വാൽമീകി ആശ്രമത്തെ ഏൽപ്പിച്ചു പോരലും തമ്മിൽ. എന്തായാലും അത് വെറും ഭാവനയല്ല. അത് ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ടാണ് തികച്ചും ആ രീതിയിലുള്ള വ്യാഖ്യാനം പോലും ചെയ്യണത്. സംഭവം 2 ഉപേക്ഷിച്ചു പോരലാണെങ്കിലും വാൽമീകി ആശ്രമത്തിൽ ഏൽപ്പിച്ചു പോരൂ എന്നുള്ളതിന് ഗൗരവം കൂടും. പാവം ലക്ഷ്മണന് നിശബ്ദം ഏട്ടൻ, കാരണം ഒരു മഹാരാജാവ് ചക്രവർത്തി തിരുമനസ് പറയുന്ന കൽപ്പന അനുസരിക്കേണ്ടി വന്നു. വാൽമീകി ആശ്രമത്തിൽ ഏൽപ്പിച്ചു പോകുന്നതാണ് അല്ലേ? പട്ടേരിപ്പാട് പറയുന്നുണ്ട്, ആ സീതയെ ലവകുശന്മാർ വഴി വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ സ്വീകരിക്കാൻ 4 കൈയും നീട്ടി തയ്യാറാണ് രാമൻ എന്ന് വന്നിട്ടും പട്ടേരിപ്പാട് പറയണു, സീത അതിന് വിധേയായില്ല. സീതാസുതൗതയെ, തൻ്റെ 2 കുഞ്ഞുങ്ങളെയും ലവകുശന്മാരെ അപ്പുറത്ത് നിന്ന വാൽമീകിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അമ്മേന്ന് ഉറക്ക വിളിച്ച് ഭൂമിയാകുന്ന അമ്മ കൊണ്ടുവന്ന ആ വാഹനത്തിൽ ഭൂമിക്കടിയിലേക്ക് കൈകൂപ്പിക്കൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് യാത്രയായി. അവിടെ ശ്രീരാമസ്വാമിയുടെ അതിശക്തമായ ഒരു പ്രതികരിക്കലൊക്കെ ഉണ്ടായി. ഭൂമിയോട് പ്രതികരിച്ചിട്ട് എന്താ കാര്യം? സമുദ്രത്തിനോടും അതേപോലെ ചുറ്റുപാടുള്ള ജനങ്ങളോടും പ്രതികരിച്ചിട്ട് എന്താ കാര്യം? ലോകം ഭസ്മാക്കുന്നു പറഞ്ഞാൽ പുറപ്പെട്ടത്. രാമൻ സ്വയം അടങ്ങി. പിന്നെ അവിടത്തേക്ക് കണ്ണീരേ ഉണ്ടായിട്ടുള്ളൂ. രാമായണം സമർപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. കണ്ണീര് കൊണ്ട് സരയൂ നദി തീർത്ത് ഇനി വരുന്ന ശ്രോതാക്കളെ കൂടി രാമരാമ 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 എന്ന് ഹൃദയം വലിഞ്ഞു വിളിക്കുന്ന ശ്രോതാക്കളെ കൂടി ആ സരയൂ നദിയിൽ മുക്കിക്കൊണ്ടാണ് രാമൻ്റെ യാത്ര, രാമായണം പൂർണ്ണമാവണത് അല്ലേ? അന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ത്? സ്ത്രീസുഖം എന്നുള്ളത് ഇത്രമാത്രം
എന്നേക്കും കണ്ണീരിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അത്ഭുതമായ ശബ്ദമാണ് സ്ത്രീസുഖം. സ്ത്രീസുഖം എവിടെയാണ് സ്ത്രീസുഖം? അത് കണ്ണീരിലാണ് എപ്പോഴും അലിഞ്ഞു ചേരണത്, കണ്ണീരിലാണ് മുങ്ങണ്ടി വരണത്. തീർത്ഥസ്നാനം, ഒടുവിലത്തെ മുങ്ങൽ കണ്ണീരിൽ. രാമരാമ 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 എന്ന് ആത്മാരാമനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് അഭിരമിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് രാമായണം ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലവണ്ണം അറിയാവുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ സീത ഇവിടെ രുക്മിണിയായിട്ട് ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് ആ സീതയെ കിട്ടാൻ എന്താ വഴി? നാരദാദികൾ വന്ന് രുക്മിണിയുടെ കഥകൾ അവിടെ ചെന്ന് പറയുമ്പോൾ കൃഷ്ണസ്തു സദൃശീം ഭാര്യാം സമുദ്വോഢും മനോദധേ. അങ്ങനൊരു കുട്ടി ഉണ്ടെങ്കിൽ, വിദർഭ രാജധാനിയിലുണ്ടെങ്കിൽ തനിക്ക് ആ കുട്ടിയെ തന്നെ വേണം. തന്നോടിഷ്ടമുള്ള, തന്നെ കാത്തിരിക്കുന്ന, തൻ്റെ കഥകൾ കേൾക്കുന്ന, തൻ്റെ കഥകളിൽ അഭിരമിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ സമുദ്വോഢും മനോദധേ, ഞാൻ തീർച്ചയാക്കി. ഉള്ളുകൊണ്ട് ഭഗവാൻ ഉറക്ക പറഞ്ഞാലും ഏട്ടനും കാരണവരും ബാക്കിയുള്ളവരും ഒക്കെ അല്ലേ അവിടെ, അച്ഛനമ്മമാർ ആരോടും പറയാതെ അവിടുന്നും അത് ഉള്ളിൽ വെച്ചു. അപ്പോൾ എന്തായി? ഇവിടെ വൈദർഭി രുക്മിണി ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാനിൽ അഭിരമിക്കാൻ കൊതിക്കുമ്പോൾ ആ ഹൃദയം എത്രയോ ദൂരത്തുനിന്ന് തന്നെ അറിഞ്ഞ് ഭഗവാനും ആ രുക്മിണിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ മനോദധേ തീരുമാനിച്ചു കഴിഞ്ഞു. ശ്രീശുകൻ പറയണു, പരീക്ഷിത്തെ രുക്മിണി കല്യാണ കഥ അങ്ങ് കേൾക്കാത്തതല്ല ഗുരുനാഥ, അവിടുന്ന് പറഞ്ഞ് കേൾക്കണം. ശുഖമുഖാത് അമൃതദ്രവസംയുതം പിബത ഭാഗവതം. അത് ഓരോരുത്തർ പറയുമ്പോഴും ഓരോ മാധുരിയാണ് കിട്ടുക. അതുകൊണ്ട് ശ്രീശുകൻ പാടുന്ന, നാരദൻ പാടുന്ന കഥകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് അത്രമാത്രം ഹൃദയസ്പരിശിയാണ്. അതുകൊണ്ട് ഗോപികളുടെ രാസലീല നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഭഗവാൻ അങ്കനാ മാധവ എന്ന് നൃത്തമാടുമ്പോൾ, അത് വർണ്ണിക്കുമ്പോൾ അത് തൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന രാസലീലയായിട്ട് കാണാറുണ്ട്. അപ്പം അതുപോലെ ഭഗവാനുമായിട്ടുള്ള അഭിരമിക്കാൻ പറ്റുന്ന മുഹൂർത്തം ഇവിടെ ഉണ്ടാവുന്നു. സജ്ജനങ്ങൾ പറയുമ്പോൾ അത് രുക്മിണിക്ക് എത്രമാത്രം ആകർഷണീയമാണോ അത്രമാത്രം ആകർഷണീയമാണ് രുക്മിണിയെപ്പറ്റി നാരദാദികൾ, ശ്രീശുകാദികൾ ദ്വാരകയിൽ ചെന്ന് ഭഗവാനോട് പറയുമ്പോൾ നാരദൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഭഗവാൻ കഥകളിപ്പാട്ട് പാടുക എന്ന് പറയും നമ്മുടെ ഭാഷയിൽ. എന്ത്? കുണ്ടീനനായക നന്ദിനിക്കൊത്തോരു പെണ്ണില്ല മണ്ണിലെന്നോ കേട്ടു. വളരെ കേമാണ്. കുണ്ടിന് നായക നന്ദിനിക്കൊത്തൊരു പെണ്ണ് ഇല്ല ഭൂമിയിലെന്നതേ നാരദാദികളൊക്കെ ആവർത്തിച്ച് ഇവിടെ വന്ന് ദേവകീ വസ്തുവന്മാരോടും ഒപ്പം തന്നോടും പറയണുണ്ടല്ലോ. ഭഗവാനും മൂളിപ്പാട്ട് പാടാൻ തുടങ്ങി എന്ന് ചുരുക്കം. എന്തായാലും ആ ഹൃദയങ്ങളുടെ സമഞ്ജസ സമ്മേളനം നടക്കണു. സജ്ജനങ്ങൾക്കൊക്കെ അത് മുൻകൂട്ടി കാണാറായി, പറയാറായി, പാടാറായി. അതാണ് ശ്രീശുകനോട് പരീക്ഷിത്ത് പറഞ്ഞത്. രുക്മിണി കല്യാണ കഥ അടിയൻ കേട്ടതാണ്, അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ആദ്യം പറയണം എന്നിപ്പോൾ ആവശ്യപ്പെടുന്നതും. അപ്പോൾ മധുരാലീലകളൊക്കെ കഴിച്ച് ദ്വാരകാലീലകൾ നിർവഹിക്കാൻ വന്ന ഭഗവാൻ ജരാസന്ധാദികളെ ഓടിച്ചു വിട്ടു. അതാണ് രുക്മിണി കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത്. നമ്മൾ കേട്ടതാണ്. ജരാസന്ധാദികളെ 17 തവണ ഓടിച്ച് 18ാമതും ദുഷ്ടൻ വട്ടം കൂട്ടിയടുക്കവേ. ഏട്ടാ ഇനിയിപ്പോൾ 18ാമതും അയാൾ വരുന്നു തോന്നുന്നുണ്ടല്ലോ. അല്ല ഇനിയിപ്പോൾ എന്താ കൃഷ്ണ, അതിനൊരു പരിഹാരം വേണ്ടേ? പരിഹാരമുണ്ട്. നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് കാലയവനം വന്നതും കാലയവനെ പേടിച്ച് ഭഗവാൻ ആയുധമൊന്നുമില്ലാതെ ഓടി ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചതും. ഗുഹയ്ക്കുള്ളിൽ ഭഗവാനെ തേടി വന്ന കാലയവനൻ അവിടെ കിടക്കുന്ന മുചുകുന്ദനെ കണ്ട് മുകുന്ദൻ എന്ന് കൽപ്പിച്ചു ചവിട്ടി, മുചുകുന്ദനെ കൽപ്പിച്ചു കൂട്ടി ചവിട്ടുക. അബദ്ധം പറ്റിയല്ല, ചവിട്ടലും ഉണ്ടായത്. ചവിട്ടി മുചുകുന്ദൻ ഉണർന്നു, കണ്ണു തുറന്നു.
യവനം ഭസ്മായി. കണ്ണൊക്കെ വല്ലാത്തൊരു വെളിച്ചം, എന്താ ആരാ കണ്ണിക്ക് വെളിച്ചടിക്കുന്നത് എന്ന മറ്റ് സൂര്യ സോമ മഹേന്ദ്രോവാ ലോകപാലോപര എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ അങ്ങ് കാണണം നിരീച്ച ആൾ അങ്ങേ കാട്ടിത്തരാൻ വന്നതാണ്. ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യമനുസ്മരൻ. മുചുകുന്ദൻ ഇതാ കാരയവനെ തൻ്റെ കണ്ണുകൊണ്ട് ഭസ്മാക്കി എന്ന് പറയണ ആ ആളെ നോക്കി സാക്ഷാൽ ഭഗവാൻ ഗർഗമഹർഷി പണ്ട് താൻ കുട്ടിയായിരുന്ന കാലത്ത് തൻ്റെ കൊട്ടാരത്തിൽ വരുമ്പോൾ മഹർഷിയുടെ അടുത്ത് ചെന്ന് ഗർഗമഹർഷി എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഗർഗൻ തൻ്റെ ശിരസ് തലോടി മോഹമുണ്ടെങ്കിൽ കാണാൻ പറ്റൂട്ടോ എന്ന് പറഞ്ഞത് വളരെ വളരെ കാലത്തെ സ്വർഗവാസം കഴിഞ്ഞ് തിരിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി, ഈ സ്വർഗസുഖാവശേഷിതം സൃഷ്ടസ്യ സൂക്തസ്യ കൃതസ്യ ശോഭനം തേന അജനാഭേ സ്മൃതിമജ്ജന്മനസ്യാൽ എന്ന് അപേക്ഷിച്ച് മുചുകുന്ദ റിട്ടയർമെൻ്റ് എവിടെ വേണം, റിട്ടയർ ചെയ്ത് കിടന്നുറങ്ങണം, ഭാരതഭൂമിയിലെ ഏതെങ്കിലും ഒരു ഗുഹയിൽ എന്ന് വിചാരിച്ചു വന്ന് കിടന്നുറങ്ങായിരുന്നു. ഭഗവാനോ പുഞ്ചിരുമ്പെങ്കിലേക്ക് ഓടിച്ചെന്ന ആ കിടന്നുറങ്ങുന്ന ആളെ വേറെ ആളെ കൊണ്ട് ചവിട്ടി ഉണർത്തിച്ച് ദർശനം കൊടുത്തിരിക്കുന്നു. നാരായണദേവനെ താൻ കാണാണ്. സൂര്യ സോമോ മഹേന്ദ്രോവാ അല്ല 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 അവരാരുമല്ല, ലോകത്തിലെ ഏറ്റവും തെളിച്ചമുള്ള ശക്തികളൊന്നുമല്ല, അവർക്കൊക്കെ തെളിച്ചം കൊടുത്ത ആളാണ് എന്ന മട്ടിൽ ദിവ്യദർശനം. മുചുകുന്ദൻ്റെ സ്തുതി നമ്മൾ കേട്ടുല്ലോ ജി. അപ്പോൾ ആ മുചുകുന്ദൻ സ്തുതിച്ചതും കേട്ട് മുചുകുന്ദനെ അനുഗ്രഹിച്ചു പോന്നു. ആ മുചുകുന്ദനാണ് ശ്രീമദ് ഭാഗവതത്തിന് വ്യാഖ്യാനം എഴുതിയ ശ്രീധരാചാര്യസ്വാമികളായിട്ട് അവതരിച്ചത് എന്ന് ഗുരുവായൂരിൽ ഭക്തന്മാർ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്തായാലും ഭഗവാനിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ദ്വാരക എന്ന പുതിയ കൊട്ടാരത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചെടുത്ത് നിർത്തിയാൽ രുക്മിണിയുടെ കത്തും കൊണ്ട് ബ്രാഹ്മണൻ എപ്പോഴാണ് വരിക എന്ന് കാത്തിരിക്കുന്ന പോലെയാണ്. രുക്മിണിയുടെ കഥകൾ പറയാറുള്ള സജ്ജനങ്ങളിൽ കൂടെ രുക്മിണിയെ താൻ കല്യാണം കഴിക്കുന്ന ഭഗവാൻ ഉറപ്പിച്ചിരിക്കുന്നു. പരീക്ഷിത്തെ കഥ കേട്ടോളൂ. രുക്മിണി തന്നെ ശിശുപാലന് കൊടുക്കാൻ നിശ്ചയിച്ചു എന്ന് കേട്ടു വിഷമത്തോടെ പാർവതീ പരമേശ്വരന്മാരെ നല്ലോണം ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നും തനിക്ക് ശ്രീകൃഷ്ണനെ കല്യാണം കഴിക്കണമെന്ന് മോഹമുണ്ടാക്കി തന്നത് എന്നെ പാർവതീ പരമേശ്വരന്മാരാണ്. എന്താ അത്? വൃന്ദാവനത്തിലെ പാർവതീ പരമേശ്വരന്മാരെ ഭജിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരു എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം അവരുടെ ഹൃദയത്തിൽ അന്തരാമാധവ എന്ന് പറയാൻ വില്ലമംഗലം മറന്നിട്ടില്ലേ? അവരുടെ ഹൃദയത്തിൽ താലോലിക്കുന്ന ഉണ്ണിയായിട്ട് ചെന്നുവെങ്കിൽ, അവരോടൊപ്പം നൃത്തം ചെയ്തുവെങ്കിൽ, അവർക്ക് ഓരോരുത്തർക്കും ഓരോ കൃഷ്ണനെ സ്വന്തമായി കിട്ടിയെങ്കിൽ ആ അമ്മയെ താനും ശരണം പ്രാപിക്കും. നമസ്തേ ത്വാംബികേ വീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽപതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. അത് സ്വാഭാവികമായിട്ടും നാരദാദികൾ പറയുന്നത് കേട്ട്, ശ്രീശുകാദികൾ പറയുന്നത് കേട്ട് രുക്മിണി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. അന്ന് കോടിക്കണക്കിന് 110 കോടി ഗോപികൾ എന്നൊരു കണക്ക് സജ്ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും കൃഷ്ണന്മാരും ആയിട്ടൊന്ന് വൃന്ദാവനത്തിൽ രാസലീലാരംഗം പോരാ. വില്ലമംഗലം പറയണു, നടുക്കൊരു കൃഷ്ണൻ ഗോപിയില്ലാണ്ട് നെറ്റിയിൽ മാത്രം ഗോപി ആയിട്ട് നിൽക്കട്ടെ. ഗോപി തൊട്ട തിരുനെറ്റി രാധയാം ഗോപി തൊട്ട കരഭോരു സങ്കടം ഗോപി തൊട്ട മനം ഏവം എത്രയോ ഗോപി തൊട്ട പശുഗോപനാശ്രയം. ഗോപി ഇല്ലാണ്ട് നിൽക്കട്ടെ എന്ന്, നെറ്റിയിൽ മാത്രം മതി ഗോപി. വില്ലമംഗലം അപ്പോൾ എനിക്കൊരു ഗോപി വേണ്ടേ? അത് മതി. ഞാൻ ഈ ജന്മം കഴിഞ്ഞ അടുത്തൊരു ജന്മത്തിൽ ഗോപിയായിട്ട് വരും അവിടുത്തെ അടുത്തേക്ക്. അന്ന് അടിയന് അയ്യോ ഗോപിമാർക്കൊക്കെ എന്നെ ഞാൻ കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങക്ക് ഇല്ല എന്ന് പറയാൻ വരരുത്. അതിനാണ് ഒരാളെ നടുക്ക് സഞ്ജഗൗ വേണുനാ ദേവകീ നന്ദന, ഒരു കൃഷ്ണനെ, ഒരു ദേവകീ നന്ദനെ, ഒരു യശോദാനന്ദനെ
ഒരു ഗോപിക്കുട്ടനെ അവിടെ നിർത്തിയത് അടിയൻ ഗോപിയായിട്ട് വരുമ്പോൾ കിട്ടാൻ. അതാ വില്വമംഗലത്തിൻ്റെ ഭാവന. ഇതുപോലെ എത്ര 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 ആളുകൾക്ക് ഭഗവാനെ കിട്ടിയാലും ശ്രീയപ്പതി, യജ്ഞപതി, പ്രജാപതി, ധിയാമ്പതി, ലോകപതി, ധരാപതി, പതിർഗതി, ശാന്തക, വൃഷ്ടിസാത്വതാം പ്രസീദതാമേ ഭഗവാൻ സതാമ്പതി. തനിക്കും ആ ഭഗവാനെ കിട്ടും എന്നുള്ള ഉറപ്പ് രുക്മിണിക്ക് ഉണ്ടാക്കി കൊടുത്തു. രുക്മിണിയുടെ പരദേവത, കുടുംബ പരദേവത തിരുവൈരാണിക്കുളത്തെ ഭഗവതി. നമുക്കും പറയാം, നമുക്കൊക്കെ ഭഗവാനെ സേവിക്കാനുള്ള പ്രത്യേക ഇഷ്ടം പത്മനാഭ സഹോദരി പറയണില്ലേ ലളിതാസഹസ്രനാമത്തിൽ. ഈ പത്മനാഭ സഹോദരി തന്നെയാണ് തരണത്. അതിനാണ് ഭഗവാൻ അവരുടെ മായാവൃതമായ പല 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 കളറുള്ള ആ വസ്ത്രം പണ്ടേ തന്നെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചതും ഭഗവാന്റെ കൈകൊണ്ട് തൊട്ട് ദാ മന്ത്രകോടി 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 മന്ത്രകോടി. വിവാഹത്തിന് ഭർത്താവ് ഭാര്യയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന വസ്ത്രത്തിനാണ് ഈ മന്ത്രകോടി എന്നുള്ള പേര്. യുവം വസ്ത്രാവസാധേ എന്ന് മന്ത്രകോടിയുടെ മന്ത്രം വേദത്തിൽ പ്രത്യേകിച്ച് ചൊല്ലാറുണ്ട്. അത് ഭഗവാൻ സങ്കല്പിച്ച് ഗോപികളൊക്കെ തൻ്റെ കൈകൊണ്ട് എടുത്തു കൊടുത്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, രുക്മിണിയും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പട്ടും കൺമലർമൊട്ടും എല്ലാവർക്കും മേകീനാൻ. പട്ട് കൊടുക്കുന്നതൊപ്പം കൺമലർ കൊട്ടുകൊണ്ട് ഒരു നോട്ടം ഉണ്ടായിട്ടുണ്ട്. മന്ത്രകോടി ഗോപികൾക്ക് പണ്ട് ഭഗവാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തനിക്കും ഭഗവാൻ തരില്ലേ? കൃഷ്ണ 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 മന്ത്രകോടി, കോടിക്കണക്കിന് കൃഷ്ണസ്മരണയുടെ മന്ത്രം ദാ രുക്മിണിയും ജപിച്ചുകൊണ്ടാണ് സോപശ്രുത്യ ഇതാ സങ്കല്പിച്ചുകൊണ്ട് അമ്പലത്തിൽ പോവാറ്. ആ രുക്മിണിക്ക് ഇപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതു വരുമ്പോൾ ഏട്ടന്മാർ തന്നെ ശിശുപാലന് കല്യാണം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചു എന്ന് കേട്ടപ്പോൾ വേദന തോന്നിയെങ്കിലും ആരോടും ആവലാതി പറഞ്ഞില്ല. ഇന്നത്തെ സിനിമയിലും ഒക്കെ കാണിക്കണ രംഗം തലയെണ്ണ വലിച്ചെറിയുക, മുറി അടയ്ക്കുക, ശുണ്ഠി എടുക്കുക, ആരോടൊക്കെയാ ശുണ്ഠി എടുക്കേണ്ടതെന്ന് നിശ്ചയില്ലാണ്ട് കിടന്ന് വിഷമിക്കുക, കിടന്ന് ഉരുളുക, നിലവിളിക്കുക. ഏയ് ആ വക ഗോഷ്ഠിത്വങ്ങളൊന്നും രുക്മിണി കാണിച്ചില്ല. ഉള്ളിൽ തട്ടി ഭഗവതിയോട് പറഞ്ഞു, നമസ്യേ ത്വാംബികേ ഭീക്ഷണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. എന്നെ ശിശുപാലന് കൊടുക്കാൻ നിശ്ചയിച്ചു എന്ന ഏട്ടന്മാർ പറഞ്ഞു കേട്ടു. അമ്മേ, എനിക്ക് എപ്പോഴും അച്ഛനും അമ്മയും അവിടുന്ന് മാത്രമാണ് എന്ന് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പോരാ, എൻ്റെ സഹോദരങ്ങളെപ്പോലെ ഞാൻ കരുതുന്നത് ഉണ്ണിഗണപതി, ബാലസുബ്രഹ്മണ്യൻ, ഭദ്രകാളി ദേവി, അതെ ഇവരെയൊക്കെയാണ്. അല്ലാണ്ട് എൻ്റെ ജ്യേഷ്ഠന്മാരെ അല്ല ഞങ്ങൾ സഹോദരന്മാരായിട്ട് ഈയുള്ളവൾ കരുതുന്നത്. അതാണ് അവിടുത്തേക്കറിയാലോ നമസ്യേ ത്വാംബികേ ഭീക്ഷണം. അപ്പോൾ അത് ആ അമ്മയോട് മാത്രം ആവലാതി പറഞ്ഞ് കണ്ണീര് പുറത്ത് കാണാതെ ഇരിക്കാൻ തുടച്ച് രുക്മിണി പുറത്ത് കിടക്കുമ്പോഴാണ് ബ്രാഹ്മണൻ ജപിച്ചിരുന്നിടത്തുനിന്ന് വന്ന് ചോദിച്ചു, എന്താ രുക്മിണി, കല്യാണം നിശ്ചയിച്ച കുട്ടി തോഴിമാരോടുകൂടി ബഹളമായിട്ട് വന്ന അമ്പലത്തിൽ തൊഴുതു പോകും എന്നൊക്കെയാണല്ലോ ഞാൻ വിചാരിച്ചത്. എന്തേ മൂകഭാഷയിൽ ഒരാവലാതിയും ഒരു കണ്ണീരും. നമസ്കരിച്ചു, പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും ബ്രാഹ്മണൻ. അവിടുത്തോട് പറയാം, എനിക്ക് ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണ, ശ്രീകൃഷ്ണ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഉപേക്ഷിക്കും. അതും പറഞ്ഞ് രുക്മിണി അങ്ങനെ നടന്നു. ബ്രാഹ്മണൻ പിന്നാലെ ചെന്നു. അന്തഃപുരത്തിലെത്തിയപ്പോൾ പറഞ്ഞു, അതെ ഒരു കുറിപ്പ് ഈയുള്ളവന് തന്നാൽ അതും കൊണ്ടുപോയി മുദ്ര വെച്ച് തന്നോളൂ. അത് ഭഗവാന് കൊടുത്ത് അവിടുത്തെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് രുക്മിണിയുടെ കൈയൊന്ന് കാണിക്കൂ, ആ കയ്യിലേക്ക് ഞാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരും, മതിയോ? കരയരുത്. എന്താ സന്തോഷം ഉണ്ടാവുക അല്ലേ? രുക്മിണി വേഗം കണ്ണീര് തുടച്ച് കൊട്ടാരത്തിൽ ചെന്ന് പരീക്ഷത്തെ കത്തെഴുതി തയ്യാറാക്കി ബ്രാഹ്മണൻ വന്നപ്പോൾ ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തു.
അപ്പം എന്തായി? ബ്രാഹ്മണനും ചുമതലയായി എന്നർത്ഥം. അച്ഛൻ അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞിട്ടില്ല, ഏട്ടന്മാരറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു രഹസ്യക്കത്ത്, നമ്മളൊരു ഭാഷ പറയൂലോ, പ്രണയലേഖനം, ലവ് ലെറ്റർ രുക്മിണിയെ കൊണ്ട് എഴുതിച്ച് അതും കൊണ്ട് പുറപ്പെട്ടിരിക്കണോ ബ്രാഹ്മണൻ. ഇതാണ് ഇവർക്കൊക്കെ ജോലി. അമ്പലത്തിൽ വന്ന് ജപാന്നും പറഞ്ഞിരിക്കുക. വരണ പെൺകുട്ടികളോട് കത്തുണ്ടെങ്കിൽ തന്നോളൂ, ഞാൻ കാര്യമൊക്കെ ശരിയാക്കാമെന്ന് പറയുക. തെറ്റിദ്ധരിക്കരുതേ, സാക്ഷാൽ വാൽമീകിയാണ് എന്ന് പറയുന്നു. അതിലാണ് ആദ്യം പറഞ്ഞത് സീതാസുതൗതേ, സീതയുടെ കുഞ്ഞുങ്ങളെ വേണ്ട പോലെ വളർത്താൻ സാധിച്ചെങ്കിലും സീതയെ കൈപിടിച്ച് രാമൻ്റെ കയ്യിൽ വീണ്ടും ഏൽപ്പിക്കാൻ ഭാവിച്ചപ്പോൾ തനിക്കത് സാധിച്ചില്ല. എന്തിനാ ജീവിതം? വെറും കാട്ടാളനായിരുന്ന ആൾ വാൽമീകിയായി മാറി രാമൻ്റെ കഥ എഴുതിയപ്പോൾ അതൊരു ദുരന്ത കഥയായിട്ട് ലോകം അംഗീകരിച്ചു. ശരി, ആ എഴുത്താണി അവിടെ വെച്ച് ഭഗവാൻ തന്ന എഴുത്തുമായിട്ട് ഇപ്പം പുറപ്പെടാൻ അന്ന് ആ ബ്രാഹ്മണന് തോന്നി, ഇന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാം. ബ്രാഹ്മണൻ ചെന്ന് ദ്വാരകാംധ സമഭ്യേത്യ പ്രതിഹാരൈ പ്രവേശിത, ഭഗവാന്റെ കയ്യിൽ കത്ത് കൊടുത്തു. ഭഗവാൻ അത് മുദ്രാമുദ്ഘാട്യ വായിക്കാനായിട്ടൊന്നങ്ങനെ നോക്കി, അങ്ങ് വായിച്ചോളൂ. ബ്രാഹ്മണൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. ശ്രീശുഖം പറയണു, രുക്മിണിയുടെ ഹൃദയം അതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈ ഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം ത്വയി അച്യുത ആവിശതി ചിത്തം അപത്രപം മേ. ഭാഗവതത്തിൽ തുടക്കക്കാരും അങ്ങേയറ്റത്തെത്തിയവരും ഒക്കെ ആവർത്തിച്ച് പറയണതാണ് അപത്രപം എന്ന വാക്ക്. ആ ജാവളമോക്ഷത്തിൽ നാമം ജപത്തിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ അവിടെയും പറയുന്നുണ്ട് അപത്രപം. ലജ്ജ വിട്ട് നാമം ജപിക്കുക. പ്രഹ്ലാദൻ തൻ്റെ കുട്ടികളെ, കൂട്ടുകാരെ, അസുരബാലന്മാരെ നാമം ജപിക്കാൻ പഠിക്കുമ്പോൾ അപത്രപം നാമാന്യനന്ദസ്യ ഹതത്രപഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാംബര്യൻ തുഷ്ടമനാഗത സ്പൃഹ. അപ്പോൾ എല്ലാവർക്കും ആ വാക്ക് ലജ്ജ വിട്ട് ഭഗവാനിലേക്കുള്ള ആവേശം എന്നുള്ളത് ഉപയോഗിക്കാൻ തോന്നിയിട്ടുണ്ട് എന്ന് ചുരുക്കം. അതിവിടെ രുക്മിണിയും പറഞ്ഞു. അപത്രപം മേ, എൻ്റെ അപത്രപമായ ഹൃദയാവേശം അവിടുന്ന് കാണണം, അറിയണം. കാരണം ഇത് വെറുതെ ഉണ്ടായതല്ല. ശ്രുത്വാ ഗുണാൻ, അവിടുത്തെ ഓരോ 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 ഗുണഗണങ്ങളും കേട്ട് 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 അതിൽ സ്വയം അഭിരമിച്ച് തീർച്ചപ്പെടുത്തിയതാണ് ഈ ജീവിതം. ഇനി അവിടുത്തേക്കുള്ളത് മാത്രമാണ്, മാത്രം സമൃദ്ധിക്ക് മാത്രം സമർപ്പിക്കാനുള്ളതാണ് എന്ന്. അവിടുത്തെ കഥകൾ അടിയനെ കൊണ്ട് ഇത് എഴുതിച്ചതാണ്. ചെവിയിൽ കൂടെ വന്ന് ഉള്ളിൽ ചെന്ന് അടിയനെ ലഹരി പിടിപ്പിച്ച് ദൃശ്യമതാമഖിലാർത്ഥലാഭം, കാണണം 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 എന്നുള്ള മോഹം. കണ്ടാൽ പോരാ. ഇന്നത്തെ നാടൻ ഭാഷയിൽ കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി എന്ന്. എത്ര നിസ്സാര കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് എങ്കിലും രുക്മിണിയും പറഞ്ഞത് അത് അവിടുത്തെ കഥകൾ ഉള്ളിലേക്ക് ചെന്ന് അടിയനെ ലഹരി പിടിപ്പിച്ചു. ശ്രീഹരെ, അവിടുത്തെ ആ ലഹരി അടിയന് കിട്ടണം എന്ന് തോന്നണു. ഇതാ അവിടുത്തെ കാണണം എന്ന് തോന്നണു. അവിടുത്തെ ലജ്ജ വിട്ട് ആവേശിച്ചിരിക്കുന്ന ഈ മനസ്സിൻ്റെ അവസ്ഥ അവിടുത്തെ അറിയിക്കണം. ആർക്കാ? അവിടുത്തെ ഗുണഗണങ്ങൾ കേട്ടാൽ അവിടുത്തെ കിട്ടണം എന്ന് തോന്നാതിരിക്കുക. വിദ്യ വയോ ദ്രവിണ ധാമഭി ആത്മതുല്യം. ആ ആത്മതുല്യം എന്നുള്ളതിന് രുക്മിണിയുടെ കത്തായതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആത്മതുല്യം എന്ന് പറയാൻ ഒരാളെ ലോകത്തുള്ളൂ, ആത്മചൈതന്യമായ ശ്രീഗുരുവായൂരപ്പൻ മാത്രം. അത് ഞാൻ ഈ കഥകൾ കേട്ട് 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 കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അച്യുതനായ അവിടുത്തെയിൽ അടിയൻ്റെ ഹൃദയത്തിൻ്റെ ആവേശം അടിയൻ ധൈര്യത്തോടെ അവിടുത്തെ അറിയിച്ചിരിക്കണം. ധീരാപതി കുലവതി നവൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം. അവിടുന്ന് ഒരേ സമയത്ത്
നരലോക മനോഭിരാമനാണ്. കിന്തു നാരീലോകാണാം. പിന്നെ പറയണോ നാരീലോകങ്ങൾക്ക്. അതേ സമയത്ത് രുക്മിണിക്ക് പോലും അടുത്തു വരുവയ്യാന്ന് തോന്നിക്കുന്ന നൃസിംഹ നരലോക മനോഭിരാമം, നൃസിംഹ നരലോക മനോഭിരാമം. നൃസിംഹത്തിൻ്റെ വേഷം കെട്ടിയിരുന്ന ആളുമാണ്. അപ്പോൾ അവിടുത്തേക്ക് അടിയൻ്റെ മനസ്സിൻ്റെ ആ അവസ്ഥ മനസ്സിലാക്കി അടിയനെ സ്വീകരിക്കാം. ധീര എന്ന വാക്ക് രാസലീലയിൽ നിന്ന് രുക്മിണി എടുത്തതാണ്. അവിടെ ശ്രീശുകൻ പ്രയോഗിച്ച പ്രയോഗമാണ് ധീര. ധീര ആരാ ധീരൻ? ധിയാരമതേ. കേട്ട് 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 കേട്ടുണ്ടായ ആ സംസ്കാരത്തിലൂടെ ഭഗവാനാണല്ലേ ലോകസുന്ദരൻ, ഭഗവാനാണല്ലേ ഭുവനസുന്ദരൻ. അതുകൊണ്ട് ഈ ലോകത്ത് ഓരോന്നിനും ഭുവനം സുന്ദരം ഏന സ ഭുവനസുന്ദര. വസ്തുക്കളൊക്കെ എന്തൊരു ഭംഗിയാ ചന്ദ്രൻ ഉദിച്ചു വരണത് കാണാൻ. എന്താ കൃഷ്ണാവതാരത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ പ്രകൃതി വർണ്ണന? എന്തിനാ അത്? ഭുവനസുന്ദരൻ്റെ വരവാണ്. പിന്നെ ഭുവനം മുഴുവനും സുന്ദരം 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 അല്ലാണ്ടിരിക്കുമോ? വേണമെങ്കിൽ കണ്ടോളൂ, അത്ഭുത ബാലകം വരാൻ പോകണമെന്ന് പറഞ്ഞ് പ്രകൃതി ഒരുങ്ങി 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 എത്ര തെശിട്ടിട്ടും ശരിയായില്ല, എത്ര കണ്ണ് ചെയ്തിട്ടും ശരിയായിട്ടില്ല, എത്ര മുടി ചെയ്തിട്ടും ശരിയായിട്ടില്ല, എത്ര ഡ്രസ്സ് ചെയ്തിട്ടും പോരാ. രാധാദി ഗോപിമാർക്ക് പോലും അങ്ങനെ എന്തെങ്കിൽ കൃഷ്ണാവതാരത്തിന് പ്രകൃതി അണിഞ്ഞൊരുങ്ങിയത് വെറുതെയാണോ? അതുകൊണ്ട് നരലോക മനോഭിരാമനായിരിക്കുന്ന അവിടുത്തെ ധീരയായി വന്ന് അടിയൻ വരിക്കുന്നു. അത് രാസലീലയിൽ പറഞ്ഞ വാക്കാണ്. രാസലീലയുടെ മാഹാത്മ്യം തന്നെ അതാണ്. ആ ധീരത മനുഷ്യനുണ്ടാക്കി കൊടുക്കും എന്നാണ്. അതുകൊണ്ട് അടിയൻ അവിടുത്തെ സ്വീകരിച്ചു. ഇനി ഏതെങ്കിലും ഏട്ടന്മാർ പറയണ പോലെ വല്ല ശിശുപാലാദികളും വന്ന് അടിയനെ കൊണ്ടുപോകാൻ അടിയൻ സമ്മതിക്കില്ല. ജീവിതം വെടിഞ്ഞിട്ടായാലും 100 കൊല്ലങ്ങൾ അല്ല ജന്മങ്ങൾ ജീവിച്ചിരിക്കേണ്ടി വന്നാലും അവിടുന്ന് തന്നെ അടിയനെ കൊണ്ടുപോകും എന്നുറപ്പിൽ അടിയൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. മറ്റന്നാളത്തെ വിവാഹത്തിന് നാളെ തന്നെ അവിടുന്ന് വരണം. അകത്ത് വന്ന് എങ്ങനെയാണ് കൊണ്ടുപോവുക? അപ്പോൾ ശത്രുക്കളൊക്കെ ശുദ്ധത്തിന് വരില്ലേ എന്നാണെങ്കിൽ പേടിക്കേണ്ട. അടിയൻ അമ്പലത്തിലേക്ക് തൊഴാൻ പോവും. തൊഴുത് വരുമ്പോൾ അടിയനെ അവിടുന്ന് കൊണ്ടുപോയാൽ അതൊക്കെ കൂടുതൽ അവിടുത്തോട് പറയേണ്ടതില്ലല്ലോ. അവിടുത്തെ ദാസ്യം കൊതിക്കുന്ന അംബുജാക്ഷ താമരക്കണ്ണ, ആ കണ്ണൊന്ന് തുറന്ന് ഇയുള്ളവളെ നോക്കണേ, ഇല്ലെങ്കിൽ യഹ്യാമസൂൻ ശതജന്മഭിസ്യാൽ. അത് ശതജന്മഭിരപി സിയാൽ എന്നുള്ള ഉറപ്പാണ്. അതാണ് ഈ സുദാമാവിൻ്റെ കഥയിൽ കാണുന്നില്ലേ, എത്ര 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 ജന്മനി ജന്മനി സിയാൽ, ജന്മനി ജന്മനി സിയാൽ. എനിക്ക് ഈ ദാരിദ്ര്യ ദുഃഖമൊക്കെ അനുഭവിച്ച് മതിയായി കൃഷ്ണ, അപ്പം ഇത്രയൊക്കെ തോന്നുമല്ലോ. ഇനി അതുണ്ടാവണേന്നല്ല അദ്ദേഹം പ്രാർത്ഥിച്ചത്. ഏത് ദയനീയാവസ്ഥയിലും ഭഗവാനെ സ്മരിക്കാനുള്ള ഒരു ജന്മം അടിയന് ഉണ്ടാവണേ ഉണ്ടാവണേ, ജന്മജന്മാന്തരങ്ങൾ ഉണ്ടാവണേ എന്ന് പറഞ്ഞാൽ എത്ര ജന്മം ജനിക്കാനും ഞാൻ തയ്യാറാണ്. അവിടുത്തെ ഈ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യത്തിന് വേണ്ടി മാത്രം. അതുതന്നെയാണ് വാസ്തവത്തിൽ രുക്മിണിയുടെയും പ്രാർത്ഥന. ശതജന്മഭിരപി, നിരാശയില്ല, സിയാൽ, താൻ നേടും. ഭാഗവതം ചോദിക്കുന്നു, ധീര, ഈ ഒരുറപ്പ് ധിയാരമതേ എന്ന് പറയുന്ന വൈദർഭിക്ക് രുക്മിണിക്കുണ്ടായതുപോലെ എന്തുകൊണ്ട് നമുക്കുണ്ടാക്കണില്ല? വൈദർഭ്യാസ്തു സന്ദേശം നിശമ്യ. ഭഗവാൻ ചാടി എണീറ്റ് ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്ന് ആ കത്ത് വാങ്ങി തൻ്റെ നീലഡേറിയിൽ അവിടെ വെച്ചു. ബ്രാഹ്മണ, ആ കൈയും കൂടി തരൂ. ബ്രാഹ്മണൻ്റെ കൈ നീട്ടി മുറുകെ പിടിച്ചു. ഗൃഹീത്വാ പാണിനാ പാണിം. സന്തോഷമായി രുക്മിണിയുടെ കത്ത് കിട്ടിയപ്പോൾ. എനിക്ക് ഉറപ്പായി ഞാൻ അവളെ കൊണ്ടുവന്നോളാം, സത്യം. ആ ബ്രാഹ്മണൻ പറഞ്ഞു, ശരി, അടിയൻ പുറപ്പെടുകയാണ്. ഒരു കാര്യം വൃത്തോട് പറയാണ്ട്, വേറൊന്നുമല്ല, രുക്മിണിയുടെ കൈ പിടിക്കുന്ന സത്യം ചെയ്ത സ്ഥിതിക്ക് പറയുക, എന്നാൽ അത് ഇത്ര മുറുക്ക പിടിക്കണമെന്നില്ല എന്നും പറഞ്ഞു ബ്രാഹ്മണൻ പുറപ്പെടുക. ഭഗവാൻ പറഞ്ഞു, അങ്ങ് പോലെ നമുക്ക് ഒപ്പം പോവാം. തേർ കയറുക വിപ്രാനാമിനി, നേരം പോക്ക് പറഞ്ഞ് ഗമിക്കാം. അവർ വേഗം തേരിൽ കയറാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും എന്തായി? പാവം തേരിൽ കയറി അവർ നീങ്ങുമ്പോഴേക്കും കൊണ്ടുവന്നോളാം സത്യം എന്ന് പറഞ്ഞത് കേട്ട് ബലരാമസ്വാമി, എങ്ങടാ കൃഷ്ണൻ തേരെടുത്ത് പോയതെന്ന് പറഞ്ഞപ്പോഴേക്കും പോയി. ഭഗവാന്റെ ആ തിടുക്കം കാണിക്കുക ശ്രീശുക ബ്രഹ്മർഷി. അവിടുന്ന് ഒരു നിമിഷം നിന്നു. തൻ്റെ പട്ടാളക്കാരെയൊക്കെ വിളിച്ചു.
കൃഷ്ണൻ അവളെ കൊണ്ടുവന്നോളാമെന്ന് സത്യം ചെയ്ത് തേരിൽ കയറിപ്പോയി എന്നാണ് കേട്ടത്. കുണ്ടിനത്തിലേക്കാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് കുണ്ടിനത്തിലെത്തണം. ബലരാമേട്ടൻ്റെ കൽപ്പനയാണ്. കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് എത്താൻ പട്ടാളക്കാർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ബലരാമൻ പറഞ്ഞത് എല്ലാവരും കണ്ണടയ്ക്കുക. കണ്ണടച്ചു. എല്ലാവരും കണ്ണു തുറക്കാം. തുറന്നു. രാമനും സൈന്യവും കുണ്ടിനത്തിലെത്തി. തത്ര സാൽവോ ജരാസന്ധോ ദന്തവക്ത്രോ വിദൂരത. രാമനും കൃഷ്ണനെങ്ങാനും ഇവിടെ വന്നാൽ രുക്മിണിയുടെ ആഗ്രഹത്തിനെതിരായിട്ട് ആ കള്ളൻ കന്നാലിച്ചക്കൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരും. നമ്മൾ സമ്മതിക്കരുത്. നമ്മളൊക്കെ രുക്മിണിയുടെ ഒപ്പം നിൽക്കണം, ശിശുപാലൻ്റെ ഒപ്പം നിൽക്കണം എന്നും പറഞ്ഞ് സകല ആളുകളും വന്നിട്ടുണ്ട്. അവരുടെ തിക്കും തിരക്കുമൊക്കെയാണ് ശീർഷക ബ്രഹ്മർഷി ഒരു ഭാഗത്ത് കാണിക്കണത്. അതിൻ്റെ ഇടയിൽ ശ്രീകൃഷ്ണൻ്റെ തേര് വന്ന് കുണ്ടിനത്തിലിറങ്ങുമ്പോൾ ബലരാമൻ തന്നെ വന്നു. ആ കൃഷ്ണ ഇറങ്ങാം. ഞെട്ടി ഭഗവാൻ. കാക്കലങ്ങനെ വീണു. ഏട്ടൻ്റെ ഭ്രാതൃസ്നേഹ പരിപ്ലുത. ആ സ്നേഹം താൻ ഏട്ടനോട് പറയാതെ പോകുന്നതിൻ്റെ ഒരാലോക്യം മുഖത്ത് കാണിക്കാതെ ഇറങ്ങാൻ കൃഷ്ണ എന്ന് പറഞ്ഞില്ലേ, കെട്ടിപ്പിടിച്ചു. ഏട്ടനോട് പറയാതെ പോകുന്നത് ക്ഷമിക്കണം. ബലരാമൻ ചോദിക്കുന്നുണ്ട്, അതൊന്നും കേട്ടു നടിക്കാതെ എന്താ ബ്രാഹ്മണൻ ഇവിടെ നിൽക്കണത്? ആ കുട്ടിയോട് പോയി പറയൂ ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന്. ബ്രാഹ്മണനുണ്ടായി ഒരു സന്തോഷം. ഓടിച്ചെന്ന് രുക്മിണിയെ കണ്ട് വിവരം അറിയിച്ചു. രുക്മിണിയോ മാല കൊടുക്കണോ മോതിരം കൊടുക്കണോ എന്നൊന്നും സംശയിച്ചില്ല പരീക്ഷത്തെ. മറിച്ച് ന പശ്യന്തി ബ്രാഹ്മണായ പ്രിയം ഭൂലോകസുന്ദരനായ ഭഗവാനെ നേരിട്ട് കണ്ടുവന്ന് കൈപിടിച്ച് തനിക്ക് തരാം എന്ന് പറഞ്ഞ് ആ വാക്ക് സത്യമാക്കുന്ന മട്ടിൽ വന്നു രുക്മിണി. രാമനും കൃഷ്ണനും രുക്മിണിയെ കൊണ്ടുവന്ന് എൻ്റെ കൈപിടിച്ച് സത്യം ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ ആൾക്കിനി താനെന്ത് കൊടുക്കാനുണ്ട് ഒന്ന് നമുക്ക് പറഞ്ഞു തരണു ഭാഗവതം. പ്രിയവന്യൽ നനാമസ. വീണങ്ങനെ നമസ്കരിച്ചു. മതി. സാക്ഷാൽ മഹാലക്ഷ്മിയുടെ ആ ഒരൊറ്റ നമസ്കാരം മതി. അന്നത്തെ വാൽമീകിയാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഈ പുതിയ ബ്രാഹ്മണന് അന്നത്തെ സീത, ഇന്നത്തെ രുക്മിണി, മഹാലക്ഷ്മി നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു കൃതാർത്ഥത. തലേ കൈവച്ച് ദ്വാരകയിൽ കാണാം എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ പോയി. രുക്മിണിയോ വേഗം കുളിച്ച് കുറിയെടുത്ത് അച്ഛനമ്മമാരെ നമസ്കരിച്ച് അമ്പലത്തിലേക്ക് പുറപ്പെടുക. ഈ പരീക്ഷത്തെ അമ്പലത്തിൽ ചെന്ന് ഭഗവതിയോട് ഇതുവരെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്നുകൂടി പ്രാർത്ഥിച്ചു. നമസ്തേ ത്വാംബികേ വീക്ഷണം. അമ്മേ, ഉണ്ണിഗണപതി, ബാലസുബ്രഹ്മണ്യൻ, ജഗദംബികെ എല്ലാവരും അടിയനെ അനുഗ്രഹിക്കണേ. അവിടുത്തോട് ചോദിക്കാതെ ഒരു തെറ്റ് ചെയ്തു എന്ന് തോന്നരുതേ. രുക്മിണി പുറത്തേക്ക് ഇറങ്ങി. ശീർഷകം പറയണു, എഞ്ഞി ആണ് കാണേണ്ടത്. എവിടെയാ ശ്രീകൃഷ്ണൻ? കോടിക്കണക്കിന് രാജാക്കന്മാരാ തിക്കിത്തിരക്കി രുക്മിണിയും കൃഷ്ണനെയും കാണാനെന്നും പറഞ്ഞ് നിൽക്കണത്. ഇനിയിപ്പോൾ താം ദേവമായാമിവ വീരമോഹിനിയും. സാക്ഷാൽ ദേവമായ. പണ്ട് മഹാദേവനെ ഇട്ട് വലച്ചു ഇല്ലേ, അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുള്ളതാ. മോഹിനി സ്വരൂപെടുത്തു വന്നു. വീരമോഹിനിയും ദേവമായാമിവ. ഇപ്പോൾ ഭഗവാനെ മോഹിപ്പിക്കാൻ രുക്മിണി അന്നത്തെ മഹാലക്ഷ്മിയെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഭഗവാന്റെ സ്വരൂപം, മഹാലക്ഷ്മി കല്യാണം ഒക്കെ അവിടെ വർണ്ണിച്ചല്ലോ. അവരുടെ അവിടെ വന്ന മോഹിനിയേക്കാൾ മനോഹാരിതയാണോ ഈ മോഹിനിക്ക്, രുക്മിണിക്ക് എന്ന് തോന്നും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആർക്കാ അധികം എന്നുള്ള മട്ടിലാണ് ഭഗവാന്റെ മുമ്പിലേക്ക് രുക്മിണി അമ്പലത്തിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ രുക്മിണി എന്ന് പറഞ്ഞ ആളുകൾ പറയുന്നുണ്ട്, ഓ രുക്മിണി കൃഷ്ണന്മാരോ ഒന്നാവണേ, അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. രാത്രി മുഴുവനും പ്രിയവശൈരുദിതൈരുദിതൈര് പട്ടേരിപ്പാട് പറയുന്നുണ്ട്. കരയണമുണ്ട്, ഉറക്ക വിളിച്ചു പറയുന്നുണ്ട്. അസ്തൈവ ഭാര്യാഭവിതം രുക്മിണ്യർഹതി നാപരാന്ന് കുറേ ആളുകൾ. അസാവപ്യനവദ്യാത്മാ. ഇതാണ് കൃഷ്ണൻ. ഈ കൃഷ്ണൻ ആ രുക്മിണിയെ കല്യാണം കഴിക്കട്ടെ, ഈ രുക്മിണി ഈ കൃഷ്ണനെ കല്യാണം കഴിക്കട്ടെ. എന്ന് പറയാറുള്ളത് മാറി ഈ നായി. എന്താ അത്? രണ്ടാളും അടുത്തടുത്ത് വന്നു. രുക്മിണി അമ്പലത്തിൽ നിന്ന് വന്ന് ഭഗവാന്റെ അടുത്തെത്തി. ശ്യാമാം നിതംബാർപ്പിതരത്നമേഖലാം വ്യഞ്ജസ്തനീം കുന്തളശങ്കിതേക്ഷണാം. സാധാരണ ഒരു കാവ്യം ആണെങ്കിൽ ഇപ്പോൾ ദമയന്തിയെപ്പറ്റി ശിവശിവശിവ നൈഷധത്തിൽ എത്രയാണ് വർണ്ണിക്കണത്. അപ്പോൾ കാവ്യത്തിൽ അങ്ങനെയാണ്.
നായികയെയും നായകനെ എത്ര വർണ്ണിച്ചാലും കഥാകാരന്മാർക്ക് മതിയാവില്ല. ഇവിടെ ഒരൊറ്റ വർണ്ണനയുള്ളൂ. ഭഗവാന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്ന രുക്മിണി തൻ്റെ വിരൽ നല്ലോണം അങ്ങനെ അകത്തിക്കൊണ്ട് എവിടെയാണ് ഭഗവാൻ നിൽക്കണതെന്ന് ഒന്നങ്ങനെ നോക്കാൻ ശ്രമിച്ചപ്പോൾ ആ വിരലിനിടയിൽ കൂടെ രുക്മിണിയുടെ നോട്ടമേറ്റ സകല രാജാക്കന്മാരും പിടിപിട വീഴുമ്പോൾ പരീക്ഷിത്തെ അച്യുതം, വീഴാത്ത ഒരാളെ ലോകത്തുള്ളൂ, വേണമെങ്കിൽ കണ്ടോളൂ എന്ന് കാണിച്ചു. ഭഗവാൻ നിൽക്കണു. ശൃംഗാരരസ സർവസ്വം ശിഖിപിഞ്ച വിഭൂഷിതം അംഗീകൃത നരാകാരം ആശ്രയേ ജഗദാശ്രയം. രുക്മിണി വീണ് നമസ്കരിച്ച്, ഏതാ നമ്മുടെ നേരെ എന്നെന്താ കൈപിടിച്ച് കയറ്റാത്തതെന്നൊന്നും പറയാതെ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നടന്നു മുൻപാക്കം. ശിശുക്കൻ പറയുക, ഇപ്പോൾ ഭഗവാനാണ് ആകെ എന്താ വേണ്ടതെന്ന് ശരിയാണ്ടായത്. താം രാജകന്യാം രഥമാരുരുക്ഷതീം, തൻ്റെ ഗരുഡൻ അടയാളമുള്ള തേരിലേക്ക് കയറാൻ മോഹമുണ്ടെങ്കിലും ഭഗവാൻ കൈപിടിച്ച് കയറ്റാത്ത വയ്യാത്തതുകൊണ്ട് നല്ല തറവാടിത്തുള്ള രുക്മിണി ഒന്നും സംഭവിക്കാത്ത പോലെ മുമ്പിലേക്ക് നടന്നപ്പോൾ ഭഗവാൻ വേഗം കൊന്നുകമീക്ഷസി ചന്ദ്രമുഖീ താം സരസമേത്യ കരേണ ഹരൻ ക്ഷണാൽ, ചാടിച്ചെന്ന് രുക്മിണിയുടെ കൈ പിടിച്ച് ഇതാണ് നമ്മുടെ തേരെന്ന് പറഞ്ഞ് രഥം സമാരോപ്യ സുവർണ ലക്ഷണം ആ തേരിലേക്ക് അങ്ങനെ കയറ്റി. ഇതങ്ങോട്ട് കണ്ടില്ലേ, സകല ആളുകളും കോലാഹലുണ്ടാക്കി. നമുക്ക് അബദ്ധം പറ്റി, നമ്മൾ യുദ്ധം ചെയ്യണം, നിവൃത്തിയില്ല, വീണ്ടെടുക്കണം കുട്ടിയെ, രുക്മിണിയുടെ ഇഷ്ടം ചെയ്യണം, പിന്നെ കോലാഹലം, യുദ്ധം. ഭഗവാൻ പറഞ്ഞു അത്രേ, ബലരാമൻ കൃഷ്ണ ആർക്കും പേടിയാവാതെ തേര് തെളിച്ചോളൂ, യുദ്ധക്കാരെയൊക്കെ ഞാൻ തൃപ്തിപ്പെടുത്തിക്കോളാം. അതിഘോരമായ യുദ്ധത്തിൽ ബലരാമൻ്റെ അടിയേറ്റ് സകല ആളുകളും തെറിച്ചു പോയി കഴിഞ്ഞു. എന്തിനാ? രുക്മിണി അലറിക്കൊണ്ട് രുക്മിണി കൃഷ്ണന്മാരുടെ അടുത്തേക്ക് വന്നു. ഭഗവാൻ വാളെടുത്ത് രുക്മിണിയുടെ മുടി പിടിച്ച് വെട്ടാൻ ഭാവിച്ചപ്പോൾ അടുത്തിരുന്ന രുക്മിണി എൻ്റെ ഏട്ടനാണ്, കൊല്ലരുത് എന്നപേക്ഷിച്ചു. ശരി, പതുക്കെ കൈ അയഞ്ഞപ്പോഴേക്കും ബലരാമൻ വന്നു. എന്താ കൃഷ്ണ ഈ കാണിച്ചത്? ഞാൻ അവിടെയൊക്കെ ഭംഗിയാക്കി ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഒരു ഭംഗിയോ? ഏയ്, രുക്മിണിയുടെ ഏട്ടനല്ലേ, കൊന്നാൽ വിവാഹം മുടങ്ങില്ലേ? ഏട്ടൻ മരിച്ച പിള്ളേരും വിവാഹം കഴിക്കാൻ പറ്റുമോ? അതൊന്നും കാണിക്കാതെ ഭാഗ്യം. താൻ പേടിക്കണ്ട, പോയി കുളിച്ച് നാളെ വധുവിന് വരം മലര് വാരി കൊടുക്കുന്ന അതിന് പാകമായിട്ട് അങ്ങോട്ട് വരിക എന്നും പറഞ്ഞ് ഭഗവാൻ ചരച്ചു വിട്ട ആ മുടിയൊക്കെ നേരെയാക്കാൻ ബലരാമൻ അയാളോട് പറഞ്ഞു. രുക്മിണി അവിടുന്ന് പോയി. പരീക്ഷിത്തെ പിന്നെ രുക്മിണി കരയണ കണ്ടപ്പോൾ ബലരാമൻ്റെ വക ഒരു ഉപദേശം ഈ അധ്യായത്തിൽ 54-ാം അധ്യായത്തിൽ ഏറ്റവും അധികം ശ്ലോകം ബലരാമൻ്റെ ഉപദേശമാണ് ഒന്നിച്ച്. അതുകൊണ്ട് എന്തായി, ഏത് വിവാഹം കഴിഞ്ഞ കുട്ടികൾക്കും വിവാഹിതരായ ദമ്പതികൾക്കും നൃത്തം നമ്മൾ ഈ കുറച്ച് ശ്ലോകങ്ങൾ അച്ചടിച്ച് അവരുടെ ജീവിതത്തിൽ ഇടയ്ക്കൊന്ന് പഠിക്കാൻ പാകത്തിന് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വിവാഹ സമ്മാനമായിട്ട് വരിക. ഇതാ രുക്മിണി കൃഷ്ണന്മാരുടെ ജീവിതം എങ്ങനെയാവണമെന്ന് ബലരാമൻ മുമ്പിൽ കണ്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാറ്റിനെയും സ്വസ്ഥാഭവ ശുചിസ്മിതേ, സ്വസ്ഥാഭവ ശുചിസ്മിതേ, പുഞ്ചിരിയോടുകൂടി സ്വസ്ഥഭാവത്തിൽ നേരിടുന്നവരോടാണ്. അയ്യോ ദേ ബഹളം കൂട്ടി, എന്തായി ചെയ്യണേ, ഇത് എൻ്റെ ഏട്ടനല്ലേ, ബഹളം കൂട്ടണമെന്നില്ല. സ്വസ്ഥാഭവ, സ്വസ്ഥയായിട്ട് പുഞ്ചിരിയോടെ പറയുക, പൊട്ടിത്തെറിക്കല് വേണ്ടാന്നർത്ഥം. അതാണ് ബലരാമൻ്റെ വലിയ ഉപദേശം. പരീക്ഷത്തെ ഭഗവാൻ ഏട്ടൻ്റെ ഉപദേശം കേട്ട് തലതാത്തി രുക്മിണിയോടുകൂടെ ദ്വാരകയിലെത്തി. ആ വലതുകാല് വെച്ച് അകത്ത് കയറുക എന്നുള്ളത് അവിടെയുള്ള സർക്കാരങ്ങൾ, പിന്നെ വിവാഹത്തിൻ്റെ അതിഗംഭീരമായ രംഗങ്ങളൊക്കെ വർണ്ണിച്ചതായിട്ട് വിചാരിച്ചോളൂ. വിധിവത് ഉപയേമേ, പാണിഗ്രഹണാദികൾ, അത് കഴിഞ്ഞ് നടുമിറ്റത്തിറങ്ങൽ, അത് കഴിഞ്ഞ് എന്തൊക്കെ ചടങ്ങുകളാണോ വേണ്ടത് അതൊക്കെ അവിടെ നടത്തി. ഇന്നും രുക്മിണി കൃഷ്ണന്മാരായിട്ട് ദ്വാരകയിൽ ശോഭിക്കുന്നു. ഭഗവാൻ ഭീഷ്മകസുതാമേവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവതുപയേമേ. ആ വിധിവൽ, ആ 3 അക്ഷരത്തിൽ വളരെ 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 വിസ്തരിച്ച് ദ്വാരകയിലെ വിവാഹരംഗം ഇവിടെ ശ്രീശുകൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കും രുക്മിണി കൃഷ്ണന്മാരുടെ മുമ്പിൽ ഇത് വാക്കുകൾ സമർപ്പിച്ച് മംഗളം മംഗളം രുക്മിണീ വല്ലഭ, മംഗളം മംഗളം മാരുതനായക എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ സമർപ്പിക്കാം. പറ നിറയ്ക്കുന്നത് പോലെ
മരുന്ന് നിറയ്ക്കുന്നത് പോലെ, അരിപ്പറ നിറയ്ക്കുന്നത് പോലെ എല്ലാം ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളിൽ നിന്ന് നിറയ്ക്കുന്നതൊക്കെ വേണ്ട പോലെ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഉപകരിക്കട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.